അപ്പോൾ ഇതാ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണിത് കേട്ടോ. ഒരു വീടാണ്, 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു വീടാണ്. 2 ഫാമിലി താഴെ 2 ഫാമിലി മുകളിലും അങ്ങനെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഫ്ലവറും അതേപോലെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഫ്ലവറിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ലാവൻഡർ കളറായിട്ടുള്ള ഒരു പൂവ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി താഴെയായിരുന്നു കേട്ടോ. അതിൽ മുകളിൽ മേലത്തെ ഫ്ലോറിലായിരുന്നു 2 ഫാമിലി. നമുക്ക് താഴെ അത്യാവശ്യം നല്ല റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടായിരുന്നു കേട്ടോ. ഹാള്, അതുപോലെ ഹാളിൽ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റൂം ഞങ്ങൾ താമസിച്ചിരുന്ന റൂം ഇതാണ് കേട്ടോ. 2 ബെഡും നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. നമുക്കൊരു മിറർ ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, നമ്മുടെ കുറച്ച് എന്തെങ്കിലും പൗഡർ, അങ്ങനെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഫാമിലി തൊട്ടപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ ഫ്രഷായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായിട്ട് പോയിട്ടുണ്ടായിരുന്നത് സൂയിസൈഡ് പോയിൻ്റ് കാണാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാലൊക്കെ പോകുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ എനിക്ക് നല്ല ഒരു ഭംഗിയുള്ള പ്ലേസായിട്ട് തോന്നി കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ഐറ്റംസുകൾ എനിക്കിഷ്ടമാണ്. പക്ഷെ നല്ല വിലയാണ് കേട്ടോ. നല്ല വില പറഞ്ഞാൽ ചെറിയൊരു സാധനത്തിന് പോലും നല്ല എമൗണ്ടാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ചു കേട്ടോ. അല്ലാതെ അങ്ങനെ ഒന്നും വാങ്ങിയതൊന്നുമില്ല, വേണ്ട ഇത് മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയ സ്ഥലങ്ങളും അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ ഫോട്ടോസും വീഡിയോസായിട്ട് നമ്മൾ പതിയെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടായിരിക്കും കേട്ടോ.